ആയോ നമസ്കാരം. പൊന്നാഖരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഷാഫിക്ക ഒരു ഇലക്ഷൻ പ്രചരണ വേദിയിൽ പറഞ്ഞ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾ, അദ്ദേഹം കൊടുത്ത ഉറപ്പുകൾ, പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരുന്ന ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും. അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ വളരെ മനോഹരമായ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗം കേട്ടിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ബാക്കി ഓരോ കാര്യങ്ങൾ, നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് എന്താണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് പോവാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരട്ടെ. സ്വീകരണം വെച്ചു 30 സ്ഥലത്ത് വണ്ടി നിർത്തേണ്ടി വന്നു. 9 ഔദ്യോഗിക പോയിന്റുകൾ, വേറെ 21 പോയിന്റ് ആൾക്കാർ സ്വമേധയാ സൃഷ്ടിച്ചു. ആൾക്കാർ അവിടെ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു ഇവിടെ ഇറങ്ങിയിട്ട് പോയാൽ മതി, ഞങ്ങളെ കണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ മൂപ്പരും പണി മുടക്കിയാണ്. നമ്മുടെ മൈക്കിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ അങ്ങനെ ഇറങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി കാര്യം. പിന്നെ മെമ്പർക്ക് മനസ്സിലായി. ഇറങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ അവരെ കണ്ടിട്ട് കാണാത്ത പോലെ എനിക്ക് പോരാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ KSRTC വടകര വോട്ടർമാരുണ്ടെങ്കിൽ സഹായിക്കണേ. അപ്പം പിന്നെ 9 മണിക്ക് 9 പോയിന്റിൽ നിർത്തണം തീരുമാനിച്ചു. പക്ഷെ അതൊന്നും പറ്റിയില്ല. വഴിയിൽ ഒരുപാട് സ്ഥലത്ത് നിർത്തേണ്ടി വന്നു. ഒക്കെ നമ്മുടെ ആളുകളുടെ സ്നേഹം. ഈ സ്നേഹവും 7 മണിക്ക് എത്താന്ന് പറഞ്ഞിട്ടിപ്പോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഒന്ന് വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചെറിയ ചർച്ച ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ KSRTC ബസ് പോകുമ്പോൾ അദ്ദേഹം തമാശ രൂപേണ പറയുന്നുണ്ട്, KSRTCയിൽ വടകരയിൽ ഉള്ള വോട്ടർമാരുണ്ടെങ്കിൽ സഹായിക്കണേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, 9 പോയിന്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് അവർ കാലത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയ അവർ ഓരോ പോയിന്റ് കഴിയുമ്പോഴും വടകരയിലുള്ള നാട്ടുകാർ തന്നെ, വടകര മണ്ഡലത്തിലെ ആളുകൾ തന്നെ, അവർ തന്നെ ഓരോ സ്വീകരണ സ്ഥാനങ്ങൾ വെച്ചിട്ട് അങ്ങനെ 30ഓളം സ്വീകരണ സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടാണ് അവസാനം 1:15 സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്ത് എത്തിപ്പെടുന്നത്. അവിടെ എത്തിപ്പെടുന്ന സമയത്തും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ഇഷ്ടവും കുറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ആ സമയത്തും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. കാരണം വേറൊരു സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുക, അതും പിന്നെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കുട്ടികളും അടക്കം ആ ഒരു സമയം വരെ കാത്തു നിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയം അവിടെ ഉറപ്പ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ബാക്കി കൂടിയാക്കാം. എത്താന്ന് പറഞ്ഞിട്ട് 1:15 എത്തിയിട്ടും ഇവിടുന്ന് വിരിഞ്ഞു പോവാതെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. വേണ്ട, അതിന് 2 അർത്ഥമുണ്ട്. ആദ്യത്തെ അർത്ഥം, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കും. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു വ്യാജ പരാതി കൊണ്ടും വടകരയുടെ സ്നേഹം തകർക്കാൻ കഴിയില്ല. എനിക്ക് നേരിട്ട് ഇന്നത്തെ ദിവസം മനസ്സിലായി. പിന്നെ ഒരു കാര്യം, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ആരാണെങ്കിലും പരാതി കൊടുത്തു പോകും. അതുപോലത്തെ സ്നേഹമാണ് നിങ്ങൾ എനിക്ക് സംശയമാണ്. അപ്പൊ ആ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ജാഞ്ചാട്ടം ഉണ്ടാക്കാൻ, മാറ്റം ഉണ്ടാക്കാൻ, എന്റെ മനസ്സറിവില്ലാത്തൊരു കാര്യത്തിന് എന്റെ പേര് വലിച്ചഴിച്ചിട്ട് പരാതി കൊടുത്താൽ ഞാനും ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ അതിലെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാനും തീരുമാനിച്ചു. അതങ്ങനെ സ്വീകരിക്കുന്നതിന് മുന്നിലെ കാര്യം വേറൊന്നുമല്ല, എനിക്ക് അങ്ങനെ ചെയ്ത് ശീലമില്ല. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോ ആരോ ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ചു, ഉമ്മൻചാണ്ടി നായകനെ
പിന്നെ കൈ പിടിച്ചു വളർന്നു എന്നൊക്കെ വിളിച്ചേ. അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആ വഴിയിൽ നടന്നതുകൊണ്ട് തന്നെ ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടും ആരെയും ആക്ഷേപിച്ചിട്ടൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കും പറഞ്ഞ ഇതിലുള്ളത് രണ്ട് കാര്യം. ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ ഉള്ളത് രണ്ട് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇത്രയും നേരം എനിക്ക് വേണ്ടി കാത്തു നിൽക്കാനുള്ള കാരണം അല്ലെങ്കിൽ കാത്തു നിൽക്കണമെങ്കിൽ അതിൽ രണ്ട് കാര്യം അദ്ദേഹത്തിന് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് വീഡിയോ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ വടകരയിൽ ജയിച്ചിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, അതാണ് വളരെ പോയിന്റുള്ളൊരു കാര്യം, അതാണ് രണ്ടാമത്തെ കാര്യം. ഇത്രയും പ്രശ്നങ്ങൾ, പ്രചരണങ്ങൾ, എന്താ പറയുക, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇത്രയും വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും ഈ നേരത്തും നിങ്ങൾ എന്നെ കാത്ത് നിൽക്കണമെങ്കിൽ, ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം ഇത്രയും നേരം എന്നെ നിങ്ങൾ കാത്തു നിൽക്കണമെങ്കിൽ വടകരയുടെ സ്നേഹം അതൊരു വല്ലാത്തൊരു സ്നേഹമാണ്. വടകര തരുന്ന സ്നേഹം അതൊരു വല്ലാത്തൊരു സ്നേഹം തന്നെയാണ്. അത് സത്യമാണ്ട. കാരണം ജനങ്ങൾക്കറിയാം അദ്ദേഹം എന്താണ് ഏതാണ് എന്നുള്ളത്. ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, ചെയ്യുന്നു. അതിലുപരി അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും കേൾക്കുന്ന നമുക്കൊരു ഉറപ്പ് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വാക്ക് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്നത് ചെയ്യും അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരാം എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. ഇയാൾ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ വാക്കിന്റെ ഒരു ഊർജ്ജം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കിന്റെ ഒരു സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ ബാക്കി ഒരു ചെറിയൊരു ഭാഗം കൂടിയാണ് കേട്ടിട്ട് വരാം. എല്ലാരോടും ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയണം. ബന്ധത്തിൽ, കുടുംബത്തിൽ, പരിചയത്തിലേക്ക് എല്ലാരും വിളിച്ചിട്ടൊന്ന് പറയണം, ചെക്കനെ വോട്ട് ചെയ്യാൻ കേട്ടോ. പറയോ? അങ്ങനെ പറഞ്ഞതിന്റെ പേരിലോ വോട്ട് ചോദിച്ചതിന്റെ പേരിലോ വോട്ട് ചെയ്തതിന്റെ പേരിലോ നിങ്ങൾ ഒരാളുടെ മുന്നിലും തലമുനിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് എല്ലാവരോടും പറയുന്നു. ഇനി ഒരു തീരുമാനം കൂടി ഉണ്ട്. 26-ാം തീയതി ഉച്ചയ്ക്ക് പോയി വോട്ട് ചെയ്യണം. രാവിലെ തന്നെ പോണേ, ഉറപ്പായിട്ടും കേട്ടോ. ഇനി ഒരു തീരുമാനം കൂടി എന്താ അറിയും, പിന്നെ എടുക്കാം എന്നുള്ളതാണ് തീരുമാനം കേട്ടോ. ഞാനൊന്ന് പോയിട്ട് വരട്ടെ എല്ലാവരുടെ അനുമതിയോടെ. ഒരുപാട് ബുദ്ധിമുട്ടായി എന്നറിയാം, ബോധപൂർവം അല്ല. എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ കൂടെ ഉണ്ടാവും. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത ആളൊന്നും ആവില്ല. എന്നെ കൊണ്ട് നിങ്ങൾ കുടുങ്ങും, ഞാൻ പറഞ്ഞുതരാം. പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ തന്നെ പോയിട്ട് വോട്ട് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഓരോ വോട്ട് ചോദിക്കണം. ആ വോട്ട് ചോദിച്ച് എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരാളെ മുന്നിലും തല കുനിക്കേണ്ടത് വരില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് എന്താണോ അത് ഞാൻ ചെയ്തിരിക്കും. പിന്നെ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വരാതിരിക്കില്ല. നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും. എന്നെക്കൊണ്ട് നിങ്ങൾ കുടുങ്ങുന്ന പറയുന്നത് അത്രയും ഉറപ്പാണ് അദ്ദേഹം നൽകുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ ചർച്ച ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.